Hello students, welcome back to Plus One Economics Online Classroom. ഇന്ന് ഇന്ത്യൻ ഇക്കോണമിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ ലബ്ധികാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ചുരുക്കരൂപമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വിത്ത് നോട്ട്സ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? കണ്ടീഷൻ ഓഫ് ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിങ് ദി പ്രീ ബ്രിട്ടീഷ് പീരിയഡ്, ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് മുൻപുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. ഇന്ത്യ ഹാഡ് ആൻ ഇൻഡിപെൻഡന്റ് ഇക്കണോമി ബിഫോർ ദി അഡ്വെന്റ് ഓഫ് ദി ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണത്തിന് മുൻപ് ഇന്ത്യക്ക് ഒരു സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ ഉണ്ടായിരുന്നു. അഗ്രികൾച്ചർ വാസ് ദി മെയിൻ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ്. കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗം. ദ കൺട്രീസ് ഇക്കണോമി വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ വേരിയസ് കൈൻഡ്സ് ഓഫ് മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റീസ്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ വൈവിധ്യമാർന്ന ഉൽപാദന പ്രവർത്തനങ്ങളാൽ സവിശേഷമായിരുന്നു. ഇന്ത്യ വാസ് പർട്ടിക്കുലർലി വെൽ നോൺ ഫോർ ഇറ്റ്സ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഇൻ ദി ഫീൽഡ് ഓഫ് കോട്ടൺ ആൻഡ് സിൽക്ക് ടെക്സ്റ്റൈൽസ്, മെറ്റൽ ആൻഡ് പ്രീഷ്യസ് സ്റ്റോൺ വർക്ക്സ് എക്സെട്ര. പരുത്തി, സിൽക്ക് തുണിത്തരങ്ങൾ, ലോഹം, വിലയേറിയ കല്ല് തുടങ്ങിയ മേഖലയിലെ കരകൗശല വ്യവസായങ്ങൾക്ക് ഇന്ത്യ പ്രത്യേകിച്ചും പ്രശസ്തമായിരുന്നു. ദീസ് പ്രൊഡക്ട്സ് എൻജോയ്ഡ് എ വേൾഡ് വൈഡ് മാർക്കറ്റ് ബേസ്ഡ് ഓൺ ദി റെപ്യൂട്ടേഷൻ. ഇന്ത്യയിലെ കരകൗശല ഉൽപ്പന്നങ്ങൾ അക്കാലത്ത് ലോക പ്രശസ്തി നേടി. നെക്സ്റ്റ്, ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിംഗ് ദി കൊളോണിയൽ റൂൾ. കൊളോണിയൽ ഭരണകാലഘട്ടത്തിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. ദ ഇക്കണോമിക് പോളിസീസ് ഫോളോവ്ഡ് ബൈ ദി കൊളോണിയൽ ഗവൺമെന്റ് വേർ കൺസേൺഡ് മോർ വിത്ത് ദി പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ദി ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദെയർ ഹോം കൺട്രി ദാൻ വിത്ത് ദി ഡെവലപ്മെന്റ് ഓഫ് ദി ഇന്ത്യൻ ഇക്കോണമി. കൊളോണിയൽ സർക്കാർ പിന്തുടർന്ന സാമ്പത്തിക നയങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവരുടെ മാതൃരാജ്യത്തിൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങളുടെ സംരക്ഷണവും ഉന്നമനവുമായിരുന്നു. ഇറ്റ് വിൽ റിസൾട്ട് അവർ ഇക്കണോമി ഇൻ ടു സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് കൺസ്യൂമർ ഓഫ് ഫിനിഷ്ഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഫ്രം ബ്രിട്ടൻ. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്കുള്ള വിതരണക്കാരായി മാറ്റുകയും ബ്രിട്ടീഷ് നിർമ്മിത അന്തിമ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള ഒരു കമ്പോളമായി ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. കൊളോണിയൽ ഗവൺമെന്റ് നെവർ മെയ്ഡ് എനി സിൻസിയർ അറ്റംപ്റ്റ് ടു എസ്റ്റിമേറ്റ് ഇന്ത്യാസ് നാഷണൽ ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. ഇന്ത്യയുടെ ദേശീയ വരുമാനവും ആളോഹരി വരുമാനവും കണക്കാക്കാൻ കൊളോണിയൽ സർക്കാർ ഒരിക്കൽ പോലും ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തിയിരുന്നില്ല. ദാദാബായ് നവറോജി, വില്യം ഡിഗ്ബേ, ഫിൻലെ ഷിറാസ്, ഡോക്ടർ VKRV റാവു ആൻഡ് RC ദേശായ് were made to measure India's national and per capita income during colonial period. ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനവും ആളോഹരി വരുമാനവും കണക്കാക്കിയ വ്യക്തികളാണ് ദാദാബായ് നവറോജി, വില്യം ഡിഗ്ബേ, ഫിൻലെ ഷിറാസ്, RC ദേശായ്, ഡോക്ടർ VKRV റാവു. Among these studies, Dr. VKRV Rao's estimates considered to be more significant. ഈ പഠനങ്ങളിൽ
ഡോക്ടർ VKRV റാവുവിൻ്റെ പഠനം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. നെക്സ്റ്റ്, അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖല. ഇന്ത്യൻ ഇക്കോണമി അണ്ടർ ദി ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ വാസ് ഫണ്ടമെന്റലി അഗ്രേറിയൻ. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനു കീഴിലുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അടിസ്ഥാനപരമായി ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥ ആയിരുന്നു. അഗ്രികൾച്ചർ ഡ്യൂറിംഗ് ദിസ് പീരിയഡ് വാസ് അണ്ടർ സ്റ്റാഗ്നേഷൻ. ഈ കാലയളവിൽ ഇന്ത്യയിലെ കാർഷിക മേഖല സ്തംഭനാവസ്ഥയിലായിരുന്നു, അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥയിലായിരുന്നു. സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ്നെസ് എന്നാണ് അർത്ഥം. രണ്ട് രീതിയിലും ഈ ചോദ്യം ചോദിക്കാം. അഗ്രികൾച്ചറൽ ബാക്ക്വേർഡ്നെസ് ഓർ അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷൻ, ഈ രണ്ട് രീതിയിലും ചോദിക്കാം. കാർഷിക സ്തംഭനാവസ്ഥയ്ക്കുള്ള അല്ലെങ്കിൽ കാർഷിക മേഖല പിന്നോക്കാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ ക്ലിയർ ആണല്ലോ. അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ബിക്കെയിം ലോ. കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത വളരെ കുറവായിരുന്നു. സ്റ്റാഗ്നേഷൻ ഇൻ ദി അഗ്രികൾച്ചറൽ സെക്ടർ വാസ് കോസ്ഡ് മെയിൻലി ബിക്കോസ് ഓഫ് ദി വേരിയസ് സിസ്റ്റംസ് ഓഫ് ലാൻഡ് ആൻഡ് റവന്യൂ സെറ്റിൽമെന്റ്, ദാറ്റ് ഈസ് ജമീന്ദാരി സിസ്റ്റം, റയറ്റ്വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം were introduced by the കൊളോണിയൽ ഗവൺമെന്റ്. കാർഷിക മേഖലയിലെ സ്തംഭനാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ പ്രധാനമായും ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെന്റ് നടപ്പിലാക്കിയ വിവിധ സ്ഥിരഭൂനികുതി സമ്പ്രദായങ്ങൾ, അതായത് ജമീന്ദാരി സമ്പ്രദായം, റയറ്റ്വാരി സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം തുടങ്ങിയ സമ്പ്രദായങ്ങൾ കൊണ്ടായിരുന്നു ഇത്തരമൊരു കാർഷിക മേഖല പിന്നോക്കാവസ്ഥ ഉണ്ടായത്. The profit accruing out of the agriculture sector went to the zamindars instead of the cultivators. കാർഷിക മേഖലയിൽ നിന്നും ലഭിക്കുന്ന ലാഭം കൃഷിക്കാർക്ക് പകരം ജമീന്ദാർമാർക്കായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. Interest of the zamindars was only to collect rent, that is ലഗാൻ. റെന്റിന് പറയുന്ന പേരായിരുന്നു ലഗാൻ. വിതൗട്ട് കൺസിഡറിംഗ് ഇക്കണോമിക് കണ്ടീഷൻ ഓഫ് ദി കൾട്ടിവേറ്റേഴ്സ്. കർഷകരുടെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കാതെ പാട്ടം, അതിനെ ലഗാൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇത്തരം പാട്ടം പിരിച്ചെടുക്കുക എന്നതായിരുന്നു ജമീന്ദാർമാരുടെ താൽപര്യം. ഇന്നാഡിക്വേറ്റ് ടെക്നോളജി, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് contributed to the low level of agricultural productivity. അപര്യാപ്തമായ സാങ്കേതിക വിദ്യ, ജലസേചന സൗകര്യങ്ങളുടെയും രാസവളങ്ങളുടെയും അഭാവം തുടങ്ങിയവ കാർഷിക ഉൽപാദനക്ഷമത കുറയുന്നതിന് കാരണങ്ങളായി. Commercialization of agriculture, that is, instead of producing food crops such as rice, wheat, farmers were producing cash crops, that is jute, indigo, etc., which were ultimately used by British for their development. കാർഷിക മേഖല വാണിജ്യവൽക്കരണം എന്ന് വെച്ചാൽ ഭക്ഷ്യവിളകൾ, അരി, ഗോതമ്പ് തുടങ്ങിയ ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം നാണ്യവിളകളായ ചണം, നീലം എന്നിവ ഉൽപ്പാദിപ്പിക്കാൻ കർഷകർ നിർബന്ധിതരായി. ഇതിനെയാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ അഗ്രികൾച്ചർ ഫേസസ് ലോ ഇൻവെസ്റ്റ്മെന്റ്, ഫ്ലഡ് കൺട്രോൾ, ഡ്രൈനേജ് എക്സെട്ര. കുറഞ്ഞ നിക്ഷേപം, വെള്ളപ്പൊക്കം, ഡ്രൈനേജ് പ്രശ്നങ്ങൾ എന്നിവ ഇന്ത്യൻ കാർഷിക മേഖല നേരിട്ടു. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യവസായ മേഖല. ഇന്ത്യ കുഡ് നോട്ട് ഡെവലപ്പ് എ സൗണ്ട് ഇൻഡസ്ട്രിയൽ ബേസ് അണ്ടർ ദി കൊളോണിയൽ റൂൾ. കൊളോണിയൽ ഭരണത്തിന് കീഴിൽ ഒരു വ്യവസായിക അടിത്തറ വികസിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല.
കൺട്രീസ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഡിക്ലൈൻഡ്. രാജ്യത്തെ കരകൗശല വ്യവസായങ്ങൾ പലതും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നശിപ്പിക്കപ്പെട്ടു. ദി കൊളോണിയൽ ഗവൺമെന്റ് സിസ്റ്റമാറ്റിക്കലി ഡീഇൻഡസ്ട്രിയലൈസിംഗ് ഇന്ത്യ വാസ് ടു ഫോൾഡ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ടു മേക്ക് ഇന്ത്യ എ മിയർ exporter of raw materials. Then second is to turn India into a wide market for their finished products. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയത്തിന് 2 ലക്ഷ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ്വിമുഖ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ 2 ലക്ഷ്യങ്ങൾ, ടു ഫോൾഡ് ഒബ്ജക്റ്റീവ്സ് എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഫസ്റ്റ് വൺ, ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്കുള്ള ഉറവിടമായി ഇന്ത്യയെ ഉപയോഗിക്കുക. രണ്ടാമത്തെ ലക്ഷ്യം, ബ്രിട്ടീഷ് നിർമ്മിത അന്തിമ വസ്തുക്കൾക്കുള്ള ഒരു വിപണിയായി ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുക. ഈ 2 ഒബ്ജക്റ്റീവുകൾ, ടു ഫോൾഡ് ഒബ്ജക്റ്റീവ്സ് മനസ്സിൽ വേണം. ഈ ചാപ്റ്ററിൽ നിന്നും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം എഴുതിയിട്ട് വേണം നിങ്ങൾ ആൻസറിലേക്ക് കടക്കാൻ. ഓക്കെ. ദ ഡിക്ലൈൻ ഓഫ് ദി ഇൻഡിജീനിയസ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ക്രിയേറ്റഡ് മാസീവ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ. തദ്ദേശമായ കരകൗശല വ്യവസായങ്ങളുടെ തകർച്ച ഇന്ത്യയിൽ വൻ തൊഴിലില്ലായ്മ സൃഷ്ടിച്ചു. ഡ്യൂറിംഗ് ദി സെക്കൻഡ് ഹാഫ് ഓഫ് ദി 19th century, modern industry began to take root in India. That is setting up of cotton and jute textile mills. 19ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ ആധുനിക വ്യവസായങ്ങൾ ഇന്ത്യയിൽ വേരുറപ്പിക്കാൻ തുടങ്ങി. അവയിൽ തുടക്കത്തിൽ പരുത്തി വ്യവസായം, ചണം വ്യവസായം തുടങ്ങിയവ സ്ഥാപിതമായി. ദി ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി TISCO was incorporated in 1907 Jamshedpur. Full stop. It was formed by Jamshedji Tata. 1907 ജംഷഡ്പൂരിൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി TISCO രൂപീകൃതമായി. ഇത് രൂപീകരിച്ച വ്യക്തി ആരായിരുന്നു? ജംഷഡ്ജി ടാറ്റയാണ്. ഓക്കെ, വൺ വേർഡ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. There was no capital goods industry to help promote further industrialization in India. ഇന്ത്യയിൽ കൂടുതൽ വ്യവസായവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് മൂലധന വസ്തുക്കളൊന്നും, അതായത് യന്ത്ര ഉപകരണങ്ങൾ, ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മെഷീൻസ് ആണ്. അതുപോലെ മോഡേൺ ടെക്നോളജി, അതിനെയാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുക. അപ്പോൾ ഇന്ത്യയിൽ വ്യവസായവൽക്കരണം, ഇൻഡസ്ട്രിയലൈസേഷനെ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ക്യാപിറ്റൽ ഗുഡ്സ്, അതായത് മൂലധന വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ദി ഗ്രോത്ത് റേറ്റ് ഓഫ് ദി ന്യൂ ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു ദി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP റിമൈൻഡ് വെരി സ്മോൾ. വ്യവസായ മേഖലയുടെ വളർച്ചാ നിരക്കും അവയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിലേക്കുള്ള, അതായത് GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GDPയിലേക്കുള്ള സംഭാവനയും വളരെ കുറവായിരുന്നു. അതായത് 3 മേഖലകൾ, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഈ ഓരോ മേഖലയിൽ നിന്നും GDPയിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ, ഒരു നിശ്ചിത സംഭാവന പോകുന്നുണ്ട്. ഓക്കെ, അതിൽ വ്യവസായ മേഖലയിൽ നിന്നും GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, സംഭാവന വളരെ കുറവായിരുന്നു. ഓക്കെ. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി പബ്ലിക് സെക്ടർ ലിമിറ്റഡ് ഇൻ റെയിൽവേസ്, പവർ ജനറേഷൻ, കമ്മ്യൂണിക്കേഷൻസ്, പോർട്സ് ആൻഡ് സം അതർ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ്. റെയിൽവേ, വൈദ്യുതി ഉൽപാദനം, ആശയവിനിമയം, തുറമുഖങ്ങൾ, മറ്റു ചില വകുപ്പുതല സ്ഥാപനങ്ങൾ എന്നിവയിൽ മാത്രമായി പൊതുമേഖലയുടെ അഥവാ ഗവൺമെന്റിന്റെ പ്രവർത്തന മേഖല ഒതുങ്ങി. നെക്സ്റ്റ്,
ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരം. ഇന്ത്യ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ട്രേഡിംഗ് നേഷൻ സിൻസ് ആൻഷ്യന്റ് ടൈംസ്. പുരാതന കാലം മുതൽ ഇന്ത്യ ഒരു പ്രധാന വ്യാപാര രാഷ്ട്രമായിരുന്നു. ദി പോളിസീസ് ഓഫ് commodity production, trade and tariff followed by the colonial government adversely affected the structure, composition and volume of India's foreign trade. കൊളോണിയൽ സർക്കാർ പിന്തുടർന്ന ചരക്ക് ഉൽപാദന രീതി, വ്യാപാരം, താരിഫ് നയങ്ങൾ തുടങ്ങിയവ ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിന്റെ ഘടനയെ പ്രതികൂലമായി ബാധിച്ചു. ഇന്ത്യ became an exporter of primary products such as raw silk, cotton, wool, sugar, indigo, jute, etc. and an importer of finished consumer goods like cotton dress, silk and woolen ക്ലോത്ത്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. പ്രാഥമിക ഉൽപ്പന്നങ്ങളായ അസംസ്കൃത സിൽക്ക്, പരുത്തി, കമ്പിളി, പഞ്ചസാര, നീലം അതായത് ഇൻഡിഗോ എന്നാണ് അതിന് പറയുക, ചണം മുതലായവയുടെ കയറ്റുമതിക്കാരായി ഇന്ത്യ മാറുകയും ചെയ്തു. ദി ഓപ്പണിംഗ് ഓഫ് ദി സൂയസ് കനാൽ ഫർദർ മെയ്ഡ് മോർ ബ്രിട്ടീഷ് കൺട്രോൾ ഓവർ ഇന്ത്യാസ് ഫോറിൻ ട്രേഡ്. സൂയസ് കനാൽ തുറന്നു കൊടുത്തത് ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൽ ബ്രിട്ടീഷ് ആധിപത്യം കടുപ്പിക്കുന്നതിന് സഹായകമായി. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കാറുമുണ്ട്. അതിങ്ങനെയാണ് ചോദിക്കാറ്: ദി ഓപ്പണിംഗ് അപ്പ് ഓഫ് ഡാഷ് ഫർദർ മെയ്ഡ് മോർ ബ്രിട്ടീഷ് കൺട്രോൾ ഓവർ ഇന്ത്യാസ് ഫോറിൻ ട്രേഡ്. ഡാഷ് തുറന്നുകൊടുത്തത് ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൽ ബ്രിട്ടീഷ് ആധിപത്യം കടുപ്പിക്കുന്നതിന് സഹായകമായി. ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആയിട്ടാണ് ചോദിക്കുക. സൂയസ് കനാൽ ഓർത്തു വെക്കണം. സൂയസ് കനാൽ ഈസ് ആൻ ആർട്ടിഫിഷ്യൽ വാട്ടർ വേ റണ്ണിംഗ് ഫ്രം നോർത്ത് ടു സൗത്ത് അക്രോസ് ദി ഇസ്തമസ് ഓഫ് സൂയസ് ഇൻ നോർത്ത് ഈസ്റ്റേൺ ഈജിപ്റ്റ്. വടക്ക് കിഴക്ക് ഈജിപ്തിലെ ഇസ്തമസ് ഓഫ് സൂയസിന് കുറുകെ വടക്ക് നിന്ന് തെക്കോട്ട് ഒഴുകുന്ന ഒരു കൃത്രിമ ജലപാതയാണ് സൂയസ് കനാൽ. ഇറ്റ് കണക്ട്സ് പോർട്ട് സെറ്റ് ഓൺ ദി മെഡിറ്ററേനിയൻ സീ വിത്ത് ദി ഗൾഫ് ഓഫ് സൂയസ് ആൻഡ് ആം ഓഫ് ദി റെഡ് സീ. മെഡിറ്ററേനിയൻ കടലിലെ തുറമുഖത്തെ ചെങ്കടലിന്റെ ഒരു ഭാഗം സൂയസ് ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്നു. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാട്ടർവേസ് ഇൻ ദി വേൾഡ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലപാതകളിൽ ഒന്നാണ് സൂയസ് കനാൽ. ഇറ്റ്സ് ഓപ്പണിംഗ് ഇൻ 1869 reduced the cost of transportation and made access to the Indian market easier. 1869 സൂയസ് കനാൽ തുറന്നു കൊടുത്തത് ഗതാഗത ചെലവ് കുറയ്ക്കുകയും ഇന്ത്യൻ വിപണിയിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ സൂയസ് കനാൽ എന്താണെന്ന് പഠിച്ചു. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് ഡ്യൂറിംഗ് ദി കൊളോണിയൽ പീരിയഡ് വാസ് ദി ജനറേഷൻ ഓഫ് എ ലാർജ് എക്സ്പോർട്ട് സർപ്ലസ്. കൊളോണിയൽ കാലഘട്ടത്തിൽ വിദേശ വ്യാപാരത്തിൽ ഇന്ത്യക്ക് ഒരു മേൽക്കോയ്മ ഉണ്ടായിരുന്നു. ഫുൾ സ്റ്റോപ്പ്. ബട്ട് ദിസ് സർപ്ലസ് കെയിം അറ്റ് എ ഹ്യൂജ് കോസ്റ്റ് ടു ദി കൺട്രീസ് ഇക്കണോമി. ദിസ് എക്സ്പോർട്ട് സർപ്ലസ് ഡിഡ് നോട്ട് റിസൾട്ട് ഇൻ എനി ഫ്ലോ ഓഫ് ഗോൾഡ് ഓർ സിൽവർ ഇൻ ടു ഇന്ത്യ. വിദേശ വ്യാപാരത്തിൽ നിന്നും കിട്ടേണ്ട വ്യാപാര മിച്ചം, അതായത് സ്വർണം, വെള്ളി, ഈ രൂപത്തിലായിരുന്നു. ഇത്തരത്തിലുള്ള വ്യാപാര മിച്ചം ഒരിക്കൽ പോലും ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് നൽകിയിരുന്നില്ല. അവരുടെ മാതൃരാജ്യത്തിന്റെ ഉന്നമനത്തിനും യുദ്ധ ആവശ്യങ്ങൾക്കുമായി അത് ചെലവഴിച്ചു. ദേ സ്പെൻഡ് ദിസ് എക്സ്പോർട്ട് സർപ്ലസ് ഫോർ their own administrative and war
പർപ്പസസ്, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ ചെലവുകൾക്കും അതുപോലെ യുദ്ധപരമായ ചെലവുകൾക്കും വേണ്ടിയിട്ട് ഈ ഒരു കയറ്റുമതി മിച്ചം അവർ ഉപയോഗിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഡെമോഗ്രാഫിക് കണ്ടീഷൻ, ജനസംഖ്യ സ്ഥിതി. വേരിയസ് ഡീറ്റെയിൽസ് അബൌട്ട് ദി പോപ്പുലേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ were first collected through the census in 1881. It was the first official census in India. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ജനസംഖ്യയെക്കുറിച്ചുള്ള വിവിധ വിവരങ്ങൾ ആദ്യമായി ശേഖരിച്ചത് 1881 സെൻസസ് പ്രകാരമായിരുന്നു. 1881 സെൻസസ് അറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ്, ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് ആണ് 1881 സെൻസസ്. അത് വൺ വേർഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, ബിഫോർ 1921 India was in the first stage of demographic transition. The second stage of transition began after 1921. 1921 മുൻപ് ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ ഒന്നാമത്തെ ഘട്ടത്തിലായിരുന്നു, അല്ലെങ്കിൽ ആദ്യ ഘട്ടത്തിലായിരുന്നു. ഒന്നാമത്തെ ഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? ബോത്ത് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് വാസ് വെരി ഹൈ. ജനന നിരക്കും മരണനിരക്കും വളരെ ഉയർന്നതായിരിക്കും. ഓക്കെ, ഇവിടെ 1921 എന്ന വർഷത്തിന്റെ ഇമ്പോർട്ടൻസ് എക്സാമിന് ചോദിക്കും. ഓക്കെ, ദിസ് 1921 ഈസ് നോൺ ആസ് ഡിഫൈനിങ് ഇയർ ഓർ ദി ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ്. നിർവചന വർഷം അല്ലെങ്കിൽ വലിയ വിഭജനത്തിന്റെ വർഷം എന്നാണ് 1921 അറിയപ്പെടുന്നത്. ഓർമ്മ വേണം, വൺ വേർഡ് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യമാണ്. ഇവിടെ 1921 മുൻപ് ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ ഒന്നാമത്തെ ഘട്ടത്തിലായിരുന്നു, ഡെമോഗ്രാഫിക് ട്രാൻസിഷന്റെ ഫസ്റ്റ് സ്റ്റേജിലായിരുന്നു. എന്നാൽ അതിനുശേഷം ആഫ്റ്റർ 1921 ഇന്ത്യ entered into the second stage of demographic transition. 1921 ശേഷം ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. രണ്ടാമത്തെ ഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ലോ ഡെത്ത് റേറ്റ്. ഉയർന്ന ജനന നിരക്കും കുറഞ്ഞ മരണനിരക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, 1921 ശേഷമാണ് ജനസംഖ്യാ പരിവർത്തനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. അതോടെ ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഓക്കെ, മോർട്ടാലിറ്റി റേറ്റ് വാസ് വെരി ഹൈ ആൻഡ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് വാസ് ക്വൈറ്റ് അലാമിംഗ്. ഇൻ ദി ബ്രിട്ടീഷ് പീരിയഡ് ഇറ്റ് വാസ് 218 per 1000. At present, that is according to 2011 census, infant mortality rate of 44 per 1000. മരണനിരക്ക് വളരെ ഉയർന്നതും ശിശു മരണനിരക്ക് വളരെ ഭയാനകവുമായിരുന്നു. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ 1000 കുട്ടികളിൽ 218 എന്ന രീതിയിലായിരുന്നു ശിശു മരണനിരക്ക്. എന്നാൽ നിലവിൽ 2011 സെൻസസ് പ്രകാരം 1000 കുട്ടികളിൽ 44 എന്ന നിരക്കാണ് ശിശു മരണനിരക്ക് ഉള്ളത്. എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഭരണത്തിലുള്ളതിനേക്കാൾ വളരെ കുറവാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഉള്ളത്. ഓക്കെ, ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം, എക്സാമിന് വരാറുണ്ട്. ഡെമോഗ്രാഫിക് കണ്ടീഷൻ അതേ രീതിയിൽ തന്നെ ചോദിക്കാറുണ്ട്. ഓക്കെ, ലൈഫ് എക്സ്പെക്ടൻസി വാസ് ഓൾസോ വെരി ലോ, 32 years in the British period, but at present, according to 2011 census, it is 68 years. ആയുർദൈർഘ്യം വളരെ കുറവായിരുന്നു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ എത്രയായിരുന്നു? ആയുർദൈർഘ്യം 32 വയസ്സ് മാത്രമായിരുന്നു. എന്നാൽ നിലവിൽ 2011 സെൻസസ് പ്രകാരം 68 ആണ് ഒരു മനുഷ്യന്റെ ശരാശരി ആയുർദൈർഘ്യം. ഓക്കെ, നെക്സ്റ്റ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ, തൊഴിൽപരമായ ഘടന. ദി ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ മീൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്കിംഗ് പേഴ്സൺസ് അക്രോസ് ഡിഫറെന്റ് ഇൻഡസ്ട്രീസ് ആൻഡ് സെക്ടേഴ്സ്.
തൊഴിൽപരമായ ഘടന എന്നാൽ വിവിധ തൊഴിൽ മേഖലകളിൽ ജോലിയെടുക്കുന്നവരുടെ എണ്ണം എന്നാണ് അർത്ഥം. ദി അഗ്രികൾച്ചറൽ സെക്ടർ അക്കൗണ്ടഡ് ഫോർ ദി ലാർജസ്റ്റ് ഷെയർ ഓഫ് വർക്ക് ഫോഴ്സ് 70-75%. ഏറ്റവും കൂടുതൽ പേർ തൊഴിൽ ചെയ്യുന്നത് കാർഷിക മേഖലയിലാണ്. ഏകദേശം 70-75% ആളുകളും കാർഷിക മേഖലയിലായിരുന്നു അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടറിലായിരുന്നു എംപ്ലോയ് ചെയ്തിരുന്നത്. ദി മാനുഫാക്ചറിംഗ് ആൻഡ് ദി സർവീസ് സെക്ടേഴ്സ് അക്കൗണ്ടഡ് ഫോർ ഓൺലി 10 and 15-20% റെസ്പെക്റ്റീവ്ലി. ഉൽപാദന മേഖല അല്ലെങ്കിൽ വ്യവസായ മേഖലയിൽ 10%, സേവന മേഖലയിൽ 15-20% ആളുകളാണ് ജോലി ചെയ്തിരുന്നത്. ഓക്കെ, അതും എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരു ടേബിൾ ആയിട്ടാണ് വരിക. 3 സെക്ടേഴ്സ് കൊടുക്കും. ഓരോ സെക്ടേഴ്സിലുമുള്ള എംപ്ലോയ് ചെയ്യുന്ന ആളുകളുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിക്കും. അഗ്രികൾച്ചറൽ സെക്ടറിൽ 70-75% ആണ്. കാർഷിക മേഖലയിൽ 70-75% ഇൻഡസ്ട്രിയൽ സെക്ടറിൽ 10% ആണ്. വ്യവസായ മേഖലയിൽ 10% ജോലി ചെയ്യുന്ന എണ്ണം. എന്നാൽ സേവന മേഖല സർവീസ് സെക്ടറിൽ 15-20% ആളുകളാണ് തൊഴിൽ ചെയ്യുന്നത്, 15-20%. ഓക്കെ, നെക്സ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ. അണ്ടർ ദി കൊളോണിയൽ റെജിം, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് റെയിൽവേസ്, പോർട്സ്, വാട്ടർ ട്രാൻസ്പോർട്ട്, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് വേർ ഡെവലപ്ഡ്. കൊളോണിയൽ ഭരണകാലത്ത് അടിസ്ഥാന സൗകര്യങ്ങളായ റെയിൽവേ, തുറമുഖങ്ങൾ, ജലഗതാഗതം, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് എന്നിവ വികസിപ്പിച്ചു. The real motive behind this development was not to provide basic amenities to the people, but to meet the various colonial interests. ഈ വികസനത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയല്ല, മറിച്ച് വിവിധ കൊളോണിയൽ താൽപ്പര്യങ്ങൾ നിറവേറ്റുക എന്നതായിരുന്നു. The roads that were built for the purpose of mobilizing the army within India and drawing out raw materials from the countryside to the nearest railway station or the port to send these to far away England. ഇന്ത്യക്കുള്ളിൽ സൈന്യത്തെ അണിനിരത്തുന്നതിനും ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കോ തുറമുഖത്തിലേക്കോ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി റോഡുകൾ നിർമ്മിച്ചു. ദ ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്ഡ് ദി റെയിൽവേസ് ഇൻ ഇന്ത്യ ഇൻ 1850 ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദെയർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ്. 1850 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റെയിൽവേ അവതരിപ്പിച്ചു. ഇത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. The railways affected the structure of Indian economy in 2 important ways. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഘടനയെ 2 പ്രധാന രീതിയിലാണ് റെയിൽവേ ബാധിച്ചത്. ഫസ്റ്റ് വൺ, ഇറ്റ് എനേബിൾഡ് പീപ്പിൾ ടു അണ്ടർടേക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ. ഇത് ആളുകളെ ദീർഘദൂര യാത്ര നടത്താൻ പ്രാപ്തമാക്കി. സെക്കൻഡ്, ഇറ്റ് സ്പീഡ് അപ്പ് commercialization of Indian agriculture which adversely affected the self-sufficiency of the village economies in India. സെക്കൻഡ്, ഇന്ത്യൻ കാർഷിക വാണിജ്യവൽക്കരണം ത്വരിതപ്പെടുത്തുക, ഇത് ഇന്ത്യയിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തതയെ പ്രതികൂലമായി ബാധിച്ചു. The volume of India's exports expanded due to the introduction of railway, but its benefits rarely benefit to the Indian people. റെയിൽവേ നിലവിൽ വന്നതോടെ ഇന്ത്യയുടെ കയറ്റുമതിയുടെ അളവ് വർദ്ധിച്ചുവെങ്കിലും അതിൻ്റെ നേട്ടങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് വളരെ അപൂർവമായി മാത്രമേ പ്രയോജനപ്പെട്ടുള്ളൂ. Along with the development of roads and railways,
The colonial rulers also took measures for developing the inland trade and sea lines. However, these measures were far away from satisfactory. റോഡുകളുടെയും റെയിൽവേയുടെയും വികസനത്തിനൊപ്പം കൊളോണിയൽ ഭരണാധികാരികൾ ഉൾനാടൻ വ്യാപാരവും കടൽപാതകളും വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതൊട്ടും തൃപ്തികരമല്ലായിരുന്നു. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അതിൻ്റെ ഒരു സമ്മറിയാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. എല്ലാവരും കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ പോയിന്റുകളും ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.